ഇപ്പോൾ നമുക്കറിയാം, കൃത്യമായിട്ട് മതം പഠിക്കാത്തതിൻ്റെ പേരിലാണ് തീവ്രവാദങ്ങളും അല്ലെങ്കിൽ തീവ്ര ചിന്തകളും കടന്നു വരുന്നത്. ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനാവട്ടെ, ഏതോ ആ മതത്തിൽ കൃത്യമായിട്ട് പഠിച്ച്, ആ മതത്തിലെ വാല്യൂസുകളെ പഠിച്ച്, അവരുടെ ഗ്രന്ഥങ്ങളെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു വാല്യൂസ് ഉണ്ടോ? ഏത് ഗ്രന്ഥങ്ങളാണെങ്കിലും അതിൽ കൃത്യമായിട്ട് എങ്ങനെ സമൂഹത്തോട് പെരുമാറണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണമെന്നോ ഒരു ജീവിത ശൈലി പഠിപ്പിക്കുന്നുണ്ടാവും. അതൊക്കെ ഓരോ മനുഷ്യരും ആർജിച്ചെടുക്കുന്നതിലൂടെ കൃത്യമായി നല്ലൊരു മനുഷ്യനാവാണ് ചെയ്യുന്നത്. അതെ, ഒരു മതവും എന്തിനു പഠിപ്പിക്കുന്നില്ല, തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. ഇല്ല, തീവ്രവാദം പഠിപ്പിക്കുന്നത് മാത്രമല്ല, തീവ്രമായ ചിന്തകളെ പഠിപ്പിക്കുന്നില്ല. തീവ്രമായ ചിന്തകളല്ല പഠിപ്പിക്കുന്നത്. മനുഷ്യനെ സ്നേഹിക്കാനും സമൂഹത്തോട് നല്ല രീതിയിൽ പെരുമാറാനാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. ആ രീതിയിൽ പരിശുദ്ധ ഖുർആനിനെ കൃത്യമായിട്ട് എത്തിക്കുന്നതിലൂടെ നല്ലൊരു മനുഷ്യരെ, നല്ലൊരു സമൂഹത്തെ, നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഉദ്ദേശം.